ശ്രീ വി കെ സനോജ്, ഒരു പൗരന്റെ ജീവന്റെ അവകാശം, അയാളുടെ ജീവൻ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം അത് സർക്കാരിനാണ്. ഇവിടെ ഇപ്പോൾ ഒരു സംഭവമല്ല ഉണ്ടാവുന്നത്. 2 ദിവസത്തിനുള്ളിൽ 3 ജീവനുകൾ വന്യജീവി ആക്രമണത്തിൽ പൊലിഞ്ഞിരിക്കുകയാണ്. ജനം നിസ്സഹായരാണ്. ആര് വേണമെങ്കിലും മരിക്കാമെന്ന സാഹചര്യം മലയോര മേഖലകൾ അഭിമുഖീകരിക്കുന്നു. വളരെ വളരെ ഗുരുതരമായ സാഹചര്യമാണ്. ഇവിടെ കൃത്യവിലോപം കൃത്യമായും ചൂണ്ടിക്കാണിക്കുന്നു കർഷക സംഘടനകൾ. സർക്കാരിന് എന്തുണ്ട് മറുപടി? അങ്ങേയറ്റം ഭയാനകവും ഭീതവുമായിട്ടുള്ള അന്തരീക്ഷം തന്നെയാണ് നിങ്ങൾ പറഞ്ഞതുപോലെ ഈ മലയോര മേഖലയിലെ ജനത അനുഭവിക്കേണ്ടി വരുന്നത്. ഇത് പരിഹരിക്കാൻ എന്താണ് മാർഗം എന്ന് എല്ലാവരും കൂട്ടായി ആലോചിക്കേണ്ട കാര്യമാണ്. ഇതിനെ ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കള്ളിയിൽപ്പെടുത്തി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുന്ന പ്രസ്താവനയും സമരമുറകളുമല്ല നമുക്ക് ആവശ്യം. എന്താണ് നമ്മുടെ സംസ്ഥാനത്തിന് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള തടസ്സം എന്ന് ഗൗരവത്തോടെ നമ്മൾ ചർച്ച ചെയ്യണം. അപ്പം അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ 1972 ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പാസ്സാക്കിയിട്ടുള്ള നിയമം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വലിയ തടസ്സമായിട്ട് ഇപ്പോഴും നിൽക്കുകയാണ്. അപ്പം അത് പരിഹരിക്കാൻ, അത് മാറ്റാൻ സംസ്ഥാന ഗവൺമെൻറ് നിരവധി തവണ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്രത്തിൽ ഇടതുപക്ഷ MP-മാർ പാർലമെൻറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട ഇടപെടൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിനകത്തൊരു മാറ്റവും വരുത്താൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ എന്ന നിലയിൽ ചില പരിമിതികൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. മാത്രമല്ല, ഇവിടെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സമരങ്ങൾ, ഇപ്പോൾ അതാണല്ലോ ഇപ്പോൾ ഒരു പ്രധാനമായും ഇത് ചർച്ച കൂടുതൽ സജീവപ്പെടുത്തുന്നത്, ഇതിനകത്ത് രാഷ്ട്രീയം ചേർക്കുന്നതുകൊണ്ട്. ഇപ്പോൾ ഇന്നലെ കോൺഗ്രസിൻ്റെ DCC പ്രസിഡന്റ് ഈ എന്താ പറയുക, ഈ മരിച്ച ശരീരവും എടുത്തൊരു ആളുകളെ വെല്ലുവിളിച്ചുകൊണ്ടൊരു ഘോഷയാത്ര നടത്താൻ നോക്കി. അത് പോലീസ് തടഞ്ഞു, അറസ്റ്റുണ്ടായി. അങ്ങനെയൊക്കെയുള്ള ചില രാഷ്ട്രീയ നാടകങ്ങൾ കൂടി ഇതിനകത്ത് കാണുകയാണ്. അപ്പോൾ അതുകൊണ്ട് ചില കാര്യങ്ങളോട് പറഞ്ഞു പോകേണ്ടതുണ്ട്. ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല ഈ ആനയുടെയും കടുവയുടെയൊക്കെ പ്രശ്നമുള്ളത്. തൊട്ടടുത്ത കർണാടകയിൽ കഴിഞ്ഞ ദിവസമാണ് ഒരു പാവം വീട്ടമ്മയെ ആന ചവിട്ടിക്കൊന്നത്. തമിഴ്നാട്ടിൽ 2 ആളെ ചവിട്ടിക്കൊന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒരു സമരവും അവിടെയുള്ള കോൺഗ്രസ് നടത്തിയിട്ടില്ല. ഈ കർണാടകയിലാണെങ്കിൽ കോൺഗ്രസ് നേരിട്ട് ഭരിക്കുകയാണ്. അപ്പുറത്താണെങ്കിൽ DMK-യുടെ സഖ്യകക്ഷിയായിട്ട് കോൺഗ്രസ് ഉണ്ട്. അപ്പോൾ കേരളത്തിലെ പ്രശ്നത്തിനകത്ത് കേന്ദ്രത്തിനെതിരായിട്ട് നിലപാട് സ്വീകരിക്കേണ്ട, കേന്ദ്രത്തോട് കൃത്യമായി അഭിപ്രായം പറയാൻ ശേഷിയുള്ള 18 MP-മാർ കോൺഗ്രസിന് വേണ്ടി ഇവിടെ ഉണ്ടായിട്ടും ഒരു ഇടപെടലും നടത്തിയിട്ടില്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധി വയനാട്ടിൽ ഓടി വന്നു, നല്ലത് തന്നെ, ആശ്വസിപ്പിക്കാൻ വന്നു, നല്ലത് തന്നെ. പക്ഷേ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പാർലമെൻറ്റിൽ എന്ത് ചെയ്തെന്ന് ചോദ്യം ഉണ്ടാവണ്ടേ? രാഹുൽ ഗാന്ധി ഒരു തവണ പോലും ഒരു സബ്മിഷൻ ഉന്നയിച്ചിട്ടില്ല, ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തിട്ടില്ല, ഈ നിയമം മാറ്റാൻ ആവശ്യമായ ഇടപെടൽ നടത്തിയിട്ടില്ല. അപ്പം അങ്ങനെ ഒരു ഇടപെടൽ നടത്താൻ കഴിയാത്ത ആളുകളായിട്ട് കേരളത്തിലെ MP-മാർ മാവുന്നു. കോൺഗ്രസിൻ്റെ സമരത്തിനായ നേതൃത്വം ഇത്തരം കാര്യങ്ങൾക്കകത്ത് ശക്തമായ ഇടപെടൽ നടത്തിയിട്ടില്ല. ഇതൊന്നും നടത്താതെ ഇതെല്ലാം പിണറായി വിജയൻ കേരളം ഭരിക്കുന്നതുകൊണ്ടാണ് ആന കാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്നത് എന്ന ഒരു യുക്തിയാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. കോൺഗ്രസ് CPM എന്നുള്ള നിലയിലുള്ള പ്രശ്നമായി കാണേണ്ട ഒരു പ്രശ്നമല്ല. ഞാൻ ആ പോയിന്റിനോട് യോജിക്കുന്നു. പക്ഷെ നോക്കൂ, ഇപ്പോ കോൺഗ്രസ് പ്രതിപക്ഷത്തിൽ അവരെ ഇറക്കുന്നത് ഏത് ഘട്ടത്തിലാണ്? ജനങ്ങൾക്ക് സ്വാഭാവികമായ പ്രതിഷേധമുണ്ട്. ഇപ്പോ നോക്കൂ, ഈ മേഖലകളിലൊക്കെ പ്രതിഷേധമുണ്ട്. ജനങ്ങൾക്ക് സ്വാഭാവികമായി പ്രതിഷേധമുണ്ട്. അവർ ആ പ്രതിഷേധം പ്രകടിപ്പിക്കുന്നു. അതിനൊപ്പം രാഷ്ട്രീയ കക്ഷികളും കൂടി ചേരുകയാണ്. അതല്ലാതെ കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ, ഇപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ഒരു തീരുമാനമെടുത്ത് ഒരു സമരം ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ ജനങ്ങളുടെ പ്രതിഷേധം അവർ കൂടി പ്രതിഫലിപ്പിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ആ വൈകാരിക അന്തരീക്ഷത്തിൽ ചില പ്രതികരണങ്ങളും ഉണ്ടാകും. അവരെ പോലീസിനെ ഉപയോഗിച്ച് നേരിട്ടത് കൊണ്ടോ ഈ പ്രശ്നം തീരില്ലല്ലോ. അടിസ്ഥാനപരമായ പ്രശ്നം ഈ വന്യമൃഗ ശല്യം എന്നുള്ളതാണ്. അതെ, അടിസ്ഥാന പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്ന് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂട്ടായി ആലോചിക്കേണ്ട കാര്യമാണ്. ഇത് സവിശേഷമായൊരു സാഹചര്യം ഇവിടെ രൂപപ്പെടുന്നു. അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നതിന് പകരം അതിനെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കള്ളിയിൽ കൂടി മാത്രം നോക്കിക്കണ്ട് അതിനകത്തുനിന്ന് രാഷ്ട്രീയ ലാഭം കൊയ്യുന്ന സമര നാടകങ്ങൾ, സമരാഭാസങ്ങൾ ഇവിടെ അരങ്ങേറുകയാണ്. അപ്പം അത്തരം കാര്യങ്ങൾ ജനങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അല്ലാതെ ഈ ആക്രമണം ഏറ്റുവാങ്ങുന്ന ജനതയോട് എന്തെങ്കിലും വെറുപ്പോ എന്തെങ്കിലും വിദ്വേഷമോ അവരുടെ സമരത്തോട് എന്തെങ്കിലും പ്രശ്നമോ ഞങ്ങൾക്കില്ല. ഞങ്ങളും അവരുടെ സമരത്തിന്റെ കൂടെ തന്നെയാണ്. സമരം പക്ഷേ എന്തിനാവണം? കേന്ദ്ര നയം തിരുത്തിക്കാൻ ആവശ്യമായ കാര്യത്തിലേക്കായിരിക്കണം. അത് ആ കാര്യങ്ങൾ മറച്ചു വെച്ചിട്ട് കേന്ദ്രം രക്ഷപ്പെട്ടാലും കേരളത്തിലെ ഗവൺമെന്റിനെ പ്രതിസന്ധിയിലാക്കളയാം എന്ന രൂപത്തിൽ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്ന കാര്യം ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചു.